Recording in progress. സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഈ നല്ല സമയത്ത് ഒരു പ്രാവശ്യം കൂടെ വളരെ സന്തോഷത്തോടെ റിജോയ്സ് മിനിസ്ട്രിയുടെ സൂം മീറ്റിങ്ങിൽ വീണ്ടും ഒരിക്കൽ കൂടി പങ്കെടുക്കാൻ, കർത്താവിൻ്റെ തിരുമുമ്പാകെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന, എനിക്ക് തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാൽ ഈ നല്ല സമയം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരേണ്ടതിന് പ്രാർത്ഥനയോടെ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങിയാണ്. മനോഹരമായിരിക്കുന്ന ഗാനങ്ങളും ആത്മസാന്നിധ്യം ഉളവാക്കുന്ന നല്ല വാക്കുകളൊക്കെയായി കർത്താവ് നമ്മെ ഒത്തിരി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ, സാന്നിധ്യത്തിൻ്റെ മറവിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് തരുന്ന അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് റിജോയ്സ് മിനിസ്ട്രിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ദൈവത്തെ വാഴ്ത്തുന്നു. നാട്ടിൽ നിന്നൊരിക്കൽ കൂടെ ഈ മീറ്റിങ്ങിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ, എൻ്റെ പ്രിയപ്പെട്ടവരായി ഞാൻ കരുതുന്ന, എന്നെ അതുപോലെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരാണല്ലോ റിജോയ്സിലെ എല്ലാവരും തന്നെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളോട് കൂടെ ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് അതിനായി അവസരങ്ങൾ തന്നിരിക്കയാൽ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ ദൈവവചന കേൾവി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ശ്രദ്ധയോടെ വചനം കേൾക്കുന്നവർക്ക് പ്രയോജനമാണ്. കർത്താവ് നമുക്കതിന് നന്മയും അനുഗ്രഹവും നൽകിത്തരാൻ വിശ്വസ്തനുമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആ വിധത്തിൽ ദൈവം നമ്മളെ വചന കേൾവിയിൽ അനുഗ്രഹപ്രദമാക്കി തീർക്കേണ്ടതിന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരുമിച്ചായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വചന ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന, പരിചിതമായിരിക്കുന്ന ഒരു വേദവാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം, അതിൻ്റെ 7-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ച് ദൈവവചനം പറയാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആ വാക്യം പരിചിതമാണ്. ഞാൻ മറ്റു ചില കാര്യങ്ങളിൽ ചിന്തിച്ച സമയത്ത് ഒരുപക്ഷെ റിജോയ്സ് മിനിസ്ട്രി തന്നെ സൂം മീറ്റിങ്ങിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വചന ശുശ്രൂഷ മധ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമായിരിക്കാം. പക്ഷെ ഇന്ന് ദൈവസഭയോട് പറയാനുള്ള ദൈവാലോചനയ്ക്കായി ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇവർ അവരെ നടുവിൽ നിർത്തി, ഏതു ശക്തി കൊണ്ടോ ഏതു നാമത്തിലോ നിങ്ങളിത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോസ്തലന്മാരെ സെനദ്രീം സംഘത്തിന്റെ മതകോടതിയുടെ നടുക്ക് നിർത്തിയിട്ട്, കോടതിയുടെ ഒരു ഫുൾ ബെഞ്ച് എന്ന് പറയാം, മഹാപുരോഹിത വൃന്ദത്തിലെ സകല ആളുകളും ഉണ്ടെന്നാണ് 5-ാം വാക്യത്തിൽ പറയുന്നത്. പിറ്റേന്നാൾ അവരെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആളുകളുടെ സമുന്നതമായിരിക്കുന്ന ഒരു കോടതിയിലെ ജഡ്ജിമാരാണ് ഇവരെല്ലാം, മഹാപുരോഹിതന്മാർ. ഒരു മഹാപുരോഹിതനെ പാടുള്ളൂ എന്നാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. പക്ഷെ ഇവര് യേശുക്രിസ്തു വന്ന കാലത്ത് സകല വ്യവസ്ഥകളും തകർത്തു വാരിക്കൊണ്ടാണല്ലോ അവർ കാര്യങ്ങൾ നടത്തിയത്. അപ്പോൾ ഈ വാക്യത്തിനകത്ത് മഹാപുരോഹിതന്മാരായിട്ട് എഴുതിയിരിക്കുന്ന മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫവും യോഹന്നാൻ അലക്സാണ്ടർ മഹാപുരോഹിത വംശത്തിലുള്ളവർ എല്ലാവരും കൂടി ചേർന്നിരിക്കുക. അവരെല്ലാവരും കൂടി ചേർന്ന് അപ്പോസ്തലന്മാരെ വിസ്തരിക്കാനുള്ള കാരണം, 3-ാം അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവദാസന്മാർ, ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കലിരുന്ന ഒരു അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരുന്നൊരു മനുഷ്യനെ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കി. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നമുക്കറിയാവുന്ന ഭാഗമാണത്. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ യേശുവിന്റെ നാമത്തിൽ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അത് വലിയ പ്രകമ്പനമുണ്ടാക്കി. അതിനോടനുബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നടന്നു. അങ്ങനെ അപ്പോസ്തലന്മാരെ അറസ്റ്റ് ചെയ്തു. അവരെ ഒരു ദിവസം തടവിലാക്കി. പിറ്റേ ദിവസം അവരെ വിളിച്ചു വരുത്തി അങ്ങനെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യുമ്പോൾ കോടതി ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യം ഇതാണ്: ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തത്? ഞാൻ അതിൽ നിന്ന് ഒരു വാക്ക് മാത്രം ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നു. ഏത് ശക്തി കൊണ്ടാണ് നിങ്ങളിത് ചെയ്തത്? ഏത് ശക്തി കൊണ്ടാണ് നിങ്ങളിത് ചെയ്തത്? അവർക്ക് മനസ്സിലായി, ഏതോ ഒരു പവർ ഇല്ലാതെ ഈ കാര്യം നടക്കുകയില്ല. കാരണം അവരുടെ പള്ളിയുടെ മുറ്റത്ത് നീണ്ട കാലങ്ങൾ ഭിക്ഷയാചിച്ചിരുന്ന മനുഷ്യനെ ഒറ്റ വരവിനെ കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് തുള്ളിച്ചാടി ദേവാലയത്തിനകത്ത് കയറ്റത്തക്ക രീതിയിൽ മനുഷ്യന് പ്രത്യക്ഷത്തിൽ രൂപാന്തരം വരുത്താൻ കഴിയുന്ന ശക്തി ഏതാണ്?
അതാണ് അവർക്ക് അറിയേണ്ടത്. ഇന്ന് റിജോയ്സ് മിനിസ്ട്രിയോട് പരിശുദ്ധാത്മാവ് ഈ ഒരു പദമാണ് ദൈവത്തിൻ്റെ ആത്മാവിൽ ഓർപ്പിക്കാൻ ഇടയായി തീർന്നിരിക്കുന്നത്. രൂപാന്തരം വരുത്താൻ കഴിവുള്ള ശക്തി, മാറ്റം വരുത്താൻ കഴിവുള്ള ശക്തി, ആളുകളെ അത്ഭുതപ്പെടുത്താൻ കഴിവുള്ള ശക്തി, കോടതിയെ പോലും അമ്പരപ്പിക്കുന്ന ശക്തി. അവർക്ക് പിടികിട്ടിയില്ല, ഏതോ ഒരു ശക്തി ഇവരിൽ വ്യാപരിക്കുന്നുണ്ട്, അതല്ലാതെ ഇത് നടക്കത്തില്ല എന്ന് മനസ്സിലായി. ലോകത്തിൽ ഒരുപാട് ശക്തികൾ എന്ന് പറയുമ്പോൾ ആത്മീയത്തിൻ്റെ ഭാഷയിൽ തന്നെ വളരെ വളരെ ശക്തമായ നമുക്കറിയാം, എനിക്ക് തോന്നുന്നു അപ്പോസ്തല പ്രവൃത്തി തന്നെയാണെന്ന് തോന്നുന്നു, ആഭിചാരക്രിയയൊക്കെ ചെയ്ത് നടന്ന ഒരു ശമരിയ പട്ടണത്തിലെത്തിയപ്പോഴാന്ന് തോന്നുന്നു, അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്. അവിടെ 8-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്ന് പലരും പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ശിമോൻ എന്ന് പറയുന്ന ഒരു ആഭിചാരകൻ, ക്ഷുദ്രപ്രയോഗം നടത്തുന്നവൻ, ആ മനുഷ്യൻ അവിടെ മുഴുവൻ ആളുകളെ വിറപ്പിച്ചുകൊണ്ട് നടക്കുക, ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആളുകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് മഹതി എന്ന ദൈവശക്തിയാകും. ഇങ്ങനെ ഓരോ പേരിൽ ഓരോ ശക്തികൾ ലോകത്തിലുണ്ട്. ദൈവത്തിൻ്റെ പേര്, ദൈവം എന്ന് പറയുമ്പോൾ സത്യദൈവം അല്ല, അങ്ങനെ ഓരോരോ ദുർശക്തികൾ. ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് ഏത് ശക്തി കൊണ്ടാണ് നിങ്ങളിത് ചെയ്തത്? അങ്ങനെ ഒരു ശക്തിയുണ്ട്. എങ്ങനെ ഒരു ശക്തി? തളർന്നിരുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന, ജീവിതത്തിൽ രക്ഷപ്പെടുത്തലെന്ന് വിചാരിച്ചവനെ ശക്തീകരിക്കുന്ന, വളരെ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഒരു ശക്തി. ആ ശക്തിയെ ഇന്ന് തിരിച്ചറിയണം. ആ ശക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ വീട്ടിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ആ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്തായി തീരുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഏറ്റവും അധികം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, സ്തോത്രം, വിശുദ്ധ ബൈബിളിനകത്ത് 7 പ്രധാന ശക്തികൾ ദൈവസഭയ്ക്കകത്ത്, ദൈവജനത്തിൻ്റെ മേൽ നമുക്ക് അനുഗ്രഹമാകാൻ, നമുക്ക് ഗുണമാകാൻ അസാധാരണമായിരിക്കുന്ന, അത്ഭുതകരമായിരിക്കുന്ന 7 പ്രധാന ശക്തികൾ. ആ ശക്തിയെക്കുറിച്ച് സ്തോത്രം തിരുവെഴുത്തിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ഞാൻ ആ 7 ശക്തികളെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറയാനാണ്. ബൈബിൾ ക്ലാസ് അല്ലെന്ന് എനിക്കറിയാം, ഇതൊരു ഉണർവിൻ്റെ ഭാഗം കൂടിയാണ്. അതിൻ്റെ പേരിൽ ആ ശക്തിയെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടി കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ സഭയിലേക്ക് വരാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതുകൊണ്ട്, രക്ഷിക്കപ്പെടാനിടയായതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണം നമുക്ക് ശക്തി കുറവായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ 7 വിധ ശക്തികൾ, വ്യത്യസ്തമായിരിക്കുന്ന 7 വിധ അപാര ആത്മവ്യാപാര ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് ഈ സൂം മീറ്റിംഗ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ഈ വക ശക്തികൾ ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുമ്പോൾ ആ ശക്തി പലരെയും വിടുവിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും എത്തേണ്ടിടത്ത് എത്തിക്കുകയും ഒക്കെ ചെയ്യാൻ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ ഈ സൂമിലിരിക്കുന്ന ആരൊക്കെയാണോ അവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഗ്രഹിപ്പിക്കാനും അനുഭവത്തിലൂടെ മനസ്സിലാക്കാനും നമുക്ക് ദൈവമായ കർത്താവ് ഇടയാക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥനയോടെ സ്തോത്രം നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ അതിലേക്ക് നമുക്ക് വരുന്നതിനേക്കാൾ മുമ്പ് വ്യത്യസ്തമായിരിക്കുന്ന 7 വാക്യങ്ങളിലൂടെ ഞാൻ നിങ്ങളെ ദൈവജനത്തിന് അനുകൂലമായി വ്യാപരിക്കുന്ന 7 ശക്തികൾ നമുക്ക് വേണ്ടിയിട്ട് വ്യാപരിക്കുന്നുണ്ട് 7 പ്രധാനപ്പെട്ട മേഖലകളിൽ. അങ്ങനെ സ്തോത്രം, ഒരു മനുഷ്യനെ ശക്തനാക്കും. നമുക്കറിയാം, അത് പറയുമ്പോൾ 7 പ്രധാനപ്പെട്ട ശക്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ തന്നെ ശക്തമാക്കുന്ന, ഒരു മനുഷ്യൻ പൂർണ്ണനാകണമെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ആരോഗ്യത്തിൽ പൂർണ്ണതയുള്ള, BP നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഷുഗർ നോക്കിയപ്പോൾ കുഴപ്പമില്ല, യാതൊരു ആന്തരികമാവും കുഴപ്പമില്ല, നല്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നു, ആരോഗ്യവാനാണ്, ശക്തിയുണ്ട്, എന്തും ചെയ്യാനുള്ള ഒരു ആരോഗ്യം നമുക്കുണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ, ശാരീരികമായിട്ട് ആരോഗ്യമുള്ളപ്പോൾ തന്നെ മനോധൈര്യം എന്ന് പറയുന്ന മറ്റൊന്നാണ്. ആരോഗ്യമുള്ള, കണ്ടാൽ നല്ല പേഴ്സണാലിറ്റിയുള്ള എത്ര പേർക്ക് രാത്രി പുറത്തിറങ്ങാൻ പേടിയുള്ളതെന്നറിയാം. അവർ ഒരു ആരോഗ്യം കൊണ്ട് മാത്രം നമ്മൾ പൂർണ്ണനാകുന്നില്ല. മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഇനി ആരോഗ്യം മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ പോലും സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു ശക്തി തന്നെ, ഒരു അനിവാര്യമായ തന്നെയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമുക്ക് ഇതൊരു പവറാണ്. ഇതെല്ലാം കൂടി ചേരുന്ന സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ നമുക്കൊരു പൂർണ്ണതയിലേക്ക് വരാനിടയാകുന്നത്. അപ്പം അങ്ങനെ ഒരു ചിന്ത നമ്മളെ തന്നെ പൂർണ്ണമാക്കുന്ന നിലവാരത്തിനുണ്ട്. വിശുദ്ധ ബൈബിളിനകത്ത് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു 7 തരത്തിലെ ശക്തികൾ ദൈവസഭയ്ക്ക് അനുകൂലമായി ദൈവജനത്തിന് വേണ്ടി
കർത്താവിൻ്റെ കൃപയാൽ ദൈവസഭയോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഈ ശക്തികളെല്ലാം നമുക്ക് വേണ്ടി വ്യാപരിക്കുമെന്ന്. ആദ്യത്തേത് നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിനകത്ത്, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. എബ്രായ ലേഖനം 1-ന്റെ 3-ാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ തൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകുകൊണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയാണ്. യേശുവിനെ പരിചയപ്പെടുന്ന കൂടെ നിങ്ങൾക്ക് അടിവരയിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വാക്യം മുഴുവൻ വരയിട്ടാൽ ഞാൻ ഈ പറയുന്ന സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാകില്ല. അതിനകത്ത് ഒത്തിരി സബ്ജക്റ്റ് ഉണ്ട്. പക്ഷെ ആ വാക്യത്തിനകത്ത് അടിവരയിടേണ്ട ഭാഗം ഇപ്രകാരമാണ്: തൻ്റെ ശക്തിയുള്ള വചനത്താൽ. ഇപ്പോൾ ദൈവമായ കർത്താവ് ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാണ്. അപ്പോൾ വചനം എന്ന് പറയുന്നത് വെറും ഒരു കെട്ടുകഥയല്ല. വചനം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും ചരിത്രമല്ല. വചനം ശക്തിയുള്ളതാണ്. ഈ ശക്തിയുള്ള വചനം കൊണ്ടാണ് ദൈവമായ കർത്താവ് സകലത്തെയും എന്നെഴുതിയിരിക്കുന്ന ഒരു വാക്ക് കണ്ടോ? സകലത്തെയും, ഇതെല്ലാറ്റിനെയും വഹിക്കുന്നത് ഈ ശക്തിയുള്ള വചനം കൊണ്ടാണ്. അപ്പൊ ഈ വാക്കുകളെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ സകലത്തെയും എന്നുള്ള ആ വാക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? സകലത്തെയും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ഭാഷാന്തരം ഇതാണ്. സകലത്തെയും എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ സകലവും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നൊരു ചെറിയ വിവരണം വേണ്ടേ? ആ വിവരണം ഇത്രയേ ഉള്ളൂ. ഈ പ്രപഞ്ചം ഇത് മുഴുവൻ വഹിക്കുന്നത് ശക്തിയുള്ള വചനം കൊണ്ടാണ്. യേശുക്രിസ്തുവാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ വഹിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചോളണം ഈ ഭൂമിയും ഈ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളും സൂര്യനുമൊക്കെ അതതിൻ്റെതായ നിലവാരത്തിൽ, എൻ്റെ അറിവും പഠനവും ശരിയാണെങ്കിൽ ഈ ഭൂമി 1000 കിലോമീറ്റർ സ്പീഡിലെങ്കിലുമാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ പതുക്കെ ഗ്ലോബ് തിരിച്ചുവിടുമ്പോൾ കറങ്ങുമല്ല, അത്ര ശക്തമായിട്ട് കറങ്ങുകയാണ്. ഇങ്ങനെ കറങ്ങുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയേ, നമ്മുടെ മേശപ്പുറത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രതലത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് ഒരു വട്ടത്തിൽ കറങ്ങുന്ന ടേബിൾ കാണും. നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ പണ്ടത്തെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ സെൻട്രൽ ഒരു പോർഷൻ ഉണ്ട്, അങ്ങനെ കറക്കിയാൽ കറങ്ങും. അങ്ങനെ കറക്കിയാൽ കറങ്ങുന്ന ഒരു ഡൈനിങ് ടേബിൾ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ ആ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തേക്ക് ഇതുപോലെ കൂട്ടാൻ പാത്രം, കറി വെച്ച പാത്രങ്ങളെല്ലാം കൂടി എടുത്തു വെച്ചിട്ട് ഒരു ഒറ്റ കറക്കങ്ങ് കറക്കുക. ഒരു കറക്കലാൻ കറക്കഴിഞ്ഞാൽ ഈ കറിയെല്ലാം കൂടി തെറിച്ച് ഇരിക്കുന്നവരുടെ മേത്ത് വരും. കാരണം അത് നമ്മൾ എടുക്കുവാണെങ്കിൽ തന്നെ പതുക്കെ, ഈ പിള്ളേരാരെങ്കിലും ഇരുന്നിട്ട് ആവേശം കാണിക്കുക, അന്നേരം അവൻ ധൃതി പിടിച്ചാൽ പ്രായമുള്ളവരുടെ പതുക്കെ കറക്കുക. കാരണം അത് കറങ്ങുന്നതാണെന്നറിയാം. പതുക്കെ കറക്കിയില്ലെങ്കിൽ തെറിച്ചു പോകും. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയേ, 1000 മൈലോടത്തോളം സ്പീഡിൽ ഈ ഭൂമി കറങ്ങിയിട്ട് നമ്മുടെ വീട് ഇതുവരെ തെറിച്ചു പോയില്ല. നമ്മളിതിനെ പുറത്ത് വന്നിട്ട് തെറിച്ചു പോയില്ല. ഇവിടെ നട്ടിരിക്കുന്ന വൃക്ഷങ്ങളൊന്നും വേരോടെ പിഴുത് തെറിച്ചു പോയില്ല. ഇത് കറങ്ങുന്നുണ്ട്. പക്ഷെ കറങ്ങിയിട്ടും ഇതൊന്നും പോകാതെ ഇവിടെ നിർത്തുന്നതിൻ്റെ പുറകിൽ ഇതൊരു ശൂന്യത്തിൽ നിൽക്കുകയാണ്. ഇത് ഒരു തൂണെ നിൽക്കുകയല്ല, ഒരു ബെയറിങ്ങിൽ നിൽക്കുകയല്ല. ശൂന്യത്തിൽ കടന്ന് ഇത്രയും കറങ്ങിയിട്ടും ഇതിനകത്തുനിന്ന് ഒന്നും തെറിച്ചു പോകാതെ, ഇത് അറിയുക പോലുമില്ലാതെ, നമുക്ക് തലകറങ്ങാതെ ഇതിനകത്തിരുത്തുന്നത് സ്വർഗസ്ഥനായ ദൈവം. ഇതിന്റെ പുറകിൽ ഒരു ടെക്നോളജി അല്ല, പിന്നെ എന്താണ്? ശാസ്ത്രം എന്തൊക്കെ പറഞ്ഞാലും വേദപുസ്തകം പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ ശക്തിയുള്ള വചനം കൊണ്ടാണ് സ്വർഗം ഇതിനെല്ലാം വഹിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. സ്തോത്രം. ചുമ്മാ താങ്ങിപ്പിടിച്ചോണ്ട് നിൽക്കുക എന്നുള്ളതല്ല. വഹിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക. ഭാരവാഹി എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഭാരവാഹി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു. ചിലപ്പോൾ 21 പേരായിരിക്കും, ചിലപ്പോൾ 7 പേരായിരിക്കും ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഭാരവാഹികൾ എന്നാണ് മലയാളത്തിൽ സാധാരണ പറയുന്നത്. അതിനർത്ഥം അവരിങ്ങനെ ഈ യോഗം തോളെ ചുമന്നുകൊണ്ട് നിൽക്കുന്നവരെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ എന്താ? ഈ 6-7 പേരെ തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം ഈ പറയപ്പെട്ട യോഗം ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ രാവും പകലും എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാൻ വേണ്ടി കഴിവുള്ളവരെയാണ് ഭാരവാഹിയാകുന്നത്. അല്ലാതെ ഇത് യോഗത്തിൻ്റെ ഒരു ബോർഡ് നെറ്റിപ്പിടിച്ചുകൊണ്ട് തല ചുവന്നുകൊണ്ട് മോളിൽ നിൽക്കുക എന്നുള്ള അല്ല അർത്ഥം. ഈ സംഭവത്തെ,
എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അത് നിയമപരമായിരിക്കുന്ന തടസ്സം കണ്ടേക്കാം, വലിയ കാര്യങ്ങളാണ്. അപ്പം ഇതിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം, ഇത് നിറവേറണം. എന്തുദ്ദേശത്തോടു കൂടെയാണോ ഈ പരിപാടി വെച്ചത് അത് സക്സസ് ആക്കണം. അതിന് കഴിവുള്ള ചിലരാണ് ഭാരവാഹിയാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഓർത്തോളണം, കർത്താവ് നിന്റെ കുടുംബത്തിന്റെ ഭാരവാഹിക്കപ്പുറം ഇതെല്ലാം വഹിക്കുന്നവനാണ്. നിന്റെ തലമുറയെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ വചനം എന്ന് പറയുന്നത് ലക്ഷ്യത്തിലെത്തിക്കുന്ന ഒരു പ്രേരക ഘടകമാണ്. അത് കിട്ടുന്ന സ്ഥലമാണ് ദൈവത്തിന്റെ സഭ. അങ്ങനെയെങ്കിൽ ഈ വാക്യം അനുസരിച്ച് തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് എന്നെയും നിങ്ങളെയും വഹിക്കുകയാൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നിന്നെ നിർത്തിയിരിക്കുന്നിടത്ത് നീ തെറിച്ചു പോകാതെ ഇന്ന് രാത്രിയും നിന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം തക്ക സമയത്ത് തന്റെ ദാസന്മാരിലൂടെ എനിക്കും എന്റെ സഭയ്ക്കും തന്നതുകൊണ്ടാണ്. നിരാശപ്പെടാതെ, ഭാരപ്പെടാതെ, കഷ്ടങ്ങൾ വന്നപ്പോൾ, ഒരുപാട് പേരുടെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ നിർത്തിയിടത്തുനിന്ന് തെറിച്ചു പോകാതെ ഇന്ന് നിൽക്കുന്ന ആരെങ്കിലും റിജോയ്സ് ഫാമിലിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ ദൈവത്തോട് പറയണം, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങൾ പിടിച്ചു നിന്നതുമല്ല, ദൈവത്തിന്റെ ശക്തിയുള്ള വചനം, ആ ശക്തിയാണ് ഞങ്ങളെ നിർത്തിയത്. ഹല്ലേലൂയ. എത്രയോ പേരുടെ എനിക്കറിയാം, നമ്മുടെ ചെറിയ കൂട്ടമാണ്, ഒത്തിരി ആൾക്കാരൊന്നുമില്ല. പക്ഷെ ദൈവാത്മാവ് ഇന്ന് നമ്മൾ ചിലരോട് പറയുന്നത് നമ്മെ താങ്ങി നിർത്തുന്ന ശക്തിയുള്ള വചനം. ഹല്ലേലൂയ. ശക്തിയുള്ള വചനം. നമ്മളെ കുഞ്ഞുനാളിൽ വല്യമ്മച്ചിമാരൊക്കെ നമ്മുടെ പിള്ളേരെ ചിലപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഉറങ്ങാത്ത ചെറുക്കന്മാരുണ്ടാവും. ഇപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് വല്യമ്മച്ച് കൊണ്ടുപോയിട്ട് അവനെ മടി പിടിച്ച് കിടത്തിയിട്ട് കഥ പറയും. പണ്ടത്തെ രാമായണ കഥയോ അല്ലെങ്കിൽ യുദ്ധകഥയൊക്കെ അങ്ങനെ പറഞ്ഞ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുക്കൻ അങ്ങ് ഉറങ്ങിപ്പോവും. അങ്ങനെ കഥ പറഞ്ഞ് ഉറക്കുന്ന ഒരുപാട് അമ്മച്ചിമാരുണ്ട് പണ്ടത്തെ കാലത്ത്. ഇപ്പോഴത്തെ അമ്മച്ചിമാർ അങ്ങനെയാണെന്ന് അറിയില്ല. മൊബൈൽ കൈ കൊടുത്തിട്ട് അവരവരുടെ പണിക്ക് പോകും. ചെറുക്കൻ സ്തോത്രം കുറേ കണ്ടുകൊണ്ടിരുന്നിട്ട് അവൻ പിന്നെ ബോധം കെട്ട് ഉറങ്ങിപ്പോവും. 11 മണിയോ 12. പണ്ടത്തെ അമ്മച്ചിമാർ കഥ പറഞ്ഞ് ഉറക്കുമായിരുന്നു. എന്നതുപോലെ ആദാമിൻ്റെ ഔവയുടെയും കഥ പറഞ്ഞ് ചിലരം തണുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ബൈബിളിൽ ഇതൊക്കെ ചേർത്തിരിക്കുന്നത്. പിന്നെ എന്തിനാണെന്നറിയാമോ? നിന്നെ പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമയത്ത് നിനക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ, നിന്നോട് ഒറ്റപ്പെടുത്തി ചോദിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മളെ ഊരിത്തെറിച്ചു പോകാതെ പിടിച്ചു നിന്നത് ശക്തിയുള്ള വചനം കൊണ്ട് ദൈവം പിടിച്ചു നിർത്തിയതാണ്. സ്തോത്രം. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ദൈവമക്കളെ, നിങ്ങൾക്കറിയാലോ, ഞാൻ നമ്മുടെ വെണ്ണിക്കുളത്തെ സഭയിൽ ഇപ്പോൾ 10-25 വർഷമായിട്ട് ശുശ്രൂഷിക്കുകയല്ലേ. വചനം കൊണ്ട് താങ്ങുന്നവരെന്തൊക്കെ കഷ്ടം വന്നാലും തെറിച്ചു പോവുകയല്ല. സ്തോത്രം. അല്ലാതെ മനുഷ്യൻ്റെ വാക്കുകളും ചില പ്രോമിസുകളും ഒക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടത്തി തരാമെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അതൊക്കെ വാക്കുമാറുമ്പോൾ ദൈവം നമ്മളെ നിർത്തിയെടുത്തുനിന്ന് തെറിച്ചു പോകും. പക്ഷെ തെറിക്കാതെ ഇന്ന് സന്ധ്യാവുന്ന സമയത്ത് ഇവിടെ ദൈവസന്നിധിയിൽ നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ സഭായോഗത്തിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ ഒരു ശക്തിയുള്ള വചനമുണ്ട്. ആ വചനം നമ്മളെ ഏത് പ്രയാസത്തിലും പിടിച്ചു നിർത്തും. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ആളുകളെ രൂപാന്തരപ്പെടുത്താൻ, മാറ്റങ്ങൾ ഉളവാക്കാൻ. ഇരമ്യാ പ്രവചനത്തിൽ വചനത്തെക്കുറിച്ച് വായിക്കുന്നത് എന്താണെന്നറിയാമോ? പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. വചനത്തിന് അങ്ങനെ പറയപ്പെട്ടിരിക്കുന്ന ഒത്തിരി വാചകങ്ങളുണ്ട് ഇതിനോട് ചേർത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കിയേ, പാറയെ തകർക്കുന്ന ചുറ്റിക ദൈവത്തിൻ്റെ വചനം. നിങ്ങൾ കേട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം 7 കാര്യം പറയണ്ടേ. ഇപ്പോൾ തന്നെ സമയത്തിൻ്റെ പകുതിയോടെ എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയണമെങ്കിൽ എനിക്ക് ഓരോന്നിൻ്റെ വാക്യം എടുത്ത് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഭയങ്കര ശക്തി ഉണ്ടെങ്കിലല്ലേ പാറയെ തകർക്കാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളോട് പറയാം, നല്ല വചനത്തിൻ്റെ മുമ്പിൽ ആത്മാവിൽ നിറഞ്ഞ് സ്തോത്രം പറഞ്ഞ് വരുന്ന വചനത്തെ ഏറ്റെടുത്തിരുന്നാൽ ചില പാറകൾ ഒരു യോഗം കഴിയുമ്പോഴേക്കും സ്തോത്രം തകർന്നു പോകും. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയാം, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ, റിജോയ്സ് ഫാമിലിയുടെ മുമ്പിൽ ഏതെങ്കിലും പാറയുണ്ടെങ്കിൽ വചനം പറയുന്നു, ആ പാറ തകർക്കുന്ന ചുറ്റികയാണ് ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. വേറെ ഒന്നിനും പോകണ്ട. നല്ല വചനത്തെ വിശ്വസിച്ച് വചനം കേട്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മുമ്പിൽ കിടക്കുന്ന പാറകളെ പൊടിച്ച് സ്വർഗത്തിലെ ദൈവം വഴി ഉണ്ടാക്കുമെന്ന് ഞാൻ നമ്മുടെ സഭയോട് പ്രത്യേകിച്ച് പറയേണ്ട. അനുഭവിച്ചവരാണ് അവിടെ ഇരിക്കുന്ന പലരും. വചനം നമുക്ക് വഴി തുറന്നു തരും. വചനം നമുക്ക് മുഖാന്തരം ഉണ്ടാക്കി തരും. വചനം കേട്ടാൽ ഒത്തിരി ഗുണം. വചനത്തിന് ഭയങ്കരമായിരിക്കുന്ന ശക്തി ഉണ്ടെന്നുള്ള കാര്യം തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്ന വളരെ വ്യക്തമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം,
സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, ഈ ശക്തി നമ്മളിൽ ശരിക്കും വ്യാപരിക്കുന്നുണ്ട്. സഭയ്ക്കകത്ത് വന്നെങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ. പരിശുദ്ധാത്മാവിൽ വചനം പറയുന്നിടത്ത് ഭയങ്കര ശക്തിയോടെ, ബഹുനിശ്ചയത്തോടെ എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെ വ്യാപരിക്കുന്നിടത്ത് വിഷയങ്ങൾക്ക് പരിഹാരം വരും. നമ്മൾ ഇരുന്നാൽ മതി, സ്തോത്രം പറഞ്ഞ് ഉറങ്ങാതെ ഇരുന്ന് കൊടുത്താൽ മതി, കേൾക്കുന്നത് ഏറ്റെടുത്താൽ മതി. ആ ശക്തി ദൈവം ചില പ്രവർത്തി. ഇന്ന് ഞാൻ നിങ്ങളോട് ദൈവാത്മായി പറയാം, ഇന്ന് യോഗം തീരുന്നതിനേക്കാൾ വചനത്തിൻ്റെ ശക്തി ചില വിഷയങ്ങളെ വിടുവിതാട്ടും. വചനം സൗഖ്യമാക്കും, വചനം ചില വഴികൾ തുറക്കും, വചനം ചിലർക്ക് മുഖാന്തരങ്ങൾ ഉണ്ടാക്കും, വചനം ചിലരെ ധൈര്യപ്പെടുത്തും. ലോകത്തിലെ ഏത് മരുന്നിനേക്കാൾ ശക്തിയുണ്ട് വചനത്തിന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇന്ന് വിശ്വസിക്കുന്നവർ വചനത്തിൻ്റെ ശക്തി എന്നിൽ വ്യാപരിക്കട്ടെ എന്നൊന്ന് പറഞ്ഞ്, ചുമ്മാ കേട്ടിരിക്കുകയല്ല, അവിടെ എന്നിലൊന്ന് വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞ്, എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ, എൻ്റെ വിഷയത്തിൽ വ്യാപരിക്കട്ടെ. അത്യുന്നതന്റെ ശക്തിയുള്ള വചനം ഈ പ്രപഞ്ചത്തെ അതാത് സ്ഥാനങ്ങളിൽ നിർത്തുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ സഭയ്ക്കകത്ത് ചിലരെ ബലപ്പെടുത്താൻ ഇടയാകട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, നിരാശകൾ മാറ്റട്ടെ, പാറകളെ പൊളിക്കട്ടെ. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിന്റെ ദൗത്യം സഭയ്ക്കകത്ത് ദൈവം ചെയ്യട്ടെ. ഒന്ന്, ശക്തിയുള്ള വചനം. രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം തന്നെ 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തി. ഓക്കെ, നമുക്കെല്ലാം വായിക്കണ്ടല്ലോ, ആവശ്യമുള്ള എടുത്താൽ പോരെ. അപ്പൊ രണ്ടാമത്തെ ശക്തി, നമ്മൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പവർ. ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് നമ്മള്. സ്തോത്രം, വലിയ ആളുകളൊന്നും അല്ല. കൃപയാൽ റിജോസ് മിനിസ്ട്രിയിലെ എല്ലാ കുടുംബങ്ങളും തന്നെ ദൈവത്തിന്റെ കരുണ കൊണ്ട് സ്വർഗത്തിലെ ദൈവം മാനിച്ചവരാണ്. അത്യാവശ്യം സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടൊക്കെ ആയിട്ട് ദൈവകൃപയാൽ നല്ല സ്റ്റാൻഡേർഡിൽ ദൈവം നമ്മളെ മാനിച്ചു, ദൈവത്തിന്റെ കരുണയിൽ താങ്ങി. അതിനകത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഈ വാക്യം ശ്രദ്ധേയമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ ശക്തി ഇതാണ്. ഈ വചനത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. അപ്പം ദൈവമക്കളായിരിക്കുന്ന നമ്മളെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിലാണെങ്കിലും, നിങ്ങൾ ഖത്തറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, ഇന്ത്യൻ പൗരത്വമാണ്. ഞാൻ ഇന്ത്യയിലിരിക്കുന്നത്, നമ്മൾ ഓരോ രാജ്യത്തിലാണ്. പക്ഷെ ഈ ഖത്തറിലിരുന്നാലും ഇന്ത്യയിലിരുന്നാലും ഈ സൂമിൽ അമേരിക്കയിൽ നിന്നോ മറ്റേതര രാജ്യങ്ങളിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടായിരിക്കാം സൂം മീറ്റിങ്ങിൽ. അപ്പം ഇങ്ങനെയൊക്കെ എവിടെ ആയിരുന്നു എന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എവിടെ ഇരുന്നാലും നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ കൃപയിലായിരിക്കുകയാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വരുവാനിരിക്കുന്ന ലോകം, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, വരുവാനിരിക്കുന്ന ലോകത്തിൽ, വരുവാനുള്ള ലോകം. അപ്പോ വേദപുസ്തകം നമുക്ക് ഇപ്പോഴുള്ള ലോകം, പിന്നെ ഇന്നലകളിൽ ഉണ്ടായിരുന്ന പുരാതന ലോകം എന്നൊരു വാക്ക് ബൈബിളിൽ പറയുന്നുണ്ട്. പുരാതന ലോകം, പിന്നെ ഇപ്പോഴുള്ളത് എന്ന് പറയുമ്പോൾ നോഹയുടെ ജലപ്രളയത്തിന് മുമ്പ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് പുരാതന ലോകം എന്നെഴുതിയിരിക്കുന്നത്. ഇപ്പോഴുള്ള ലോകം എന്ന് പറയുന്നത് ജലപ്രളയത്തിന് ശേഷമുള്ളത്, ഇനി വരുവാനിരിക്കുന്ന ലോകം. അങ്ങനെ 3 ലോകത്തെ ബൈബിൾ പഠിപ്പിക്കുന്നു. 3 ലോകം. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം, പഠിക്കണം. 3 ലോകത്തിലെ വ്യവസ്ഥകൾ എന്താണെന്നതിനെക്കുറിച്ച്. ഇപ്പൊ ഈ വാക്യത്തിൽ പറയുന്നത് വരുവാനിരിക്കുന്ന ലോകം. അങ്ങനെ ലോകം വരാനിരിക്കുക. ആ ലോകത്തിന്റെ പവർ കേരളത്തിൽ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് അനുഭവിക്കുക എന്ന് പറയുന്നത് വെറും ഒരു കഥ കേൾക്കുന്നത് പോലെ കേൾക്കാതെ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് തുറന്നു വിട്ട ആ കാര്യം. എങ്ങനെയത് ഉദാഹരണത്തിൽ പറയുന്നത്? ഇപ്പൊ അമേരിക്കൻ പൗരൻ ഒരാൾ ഇവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്നു. ടൂറിസ്റ്റ് വിസയിൽ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആ വിസ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ടൂറിസ്റ്റ് വിസ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും വിസ ആവശ്യമുണ്ടെന്ന് പോലെ എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ അദ്ദേഹം മാന്യനായിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ രാജ്യത്ത് വെച്ച് ഒരു കവലച്ചോട്ടമ്പിയോ അല്ലെങ്കിൽ ബീച്ചിലോ മറ്റെവിടെ അവരുടെ സ്റ്റൈലും രീതി അറിയാലോ, അവിടെ വെച്ച് അവരപമാനിക്കപ്പെട്ടാൽ, അവരുപദ്രവിക്കപ്പെട്ടാൽ, ഇന്ത്യയിലാണ് സംഭവം നടന്നത്, ഇന്ത്യയിലാണ് ഉപദ്രവിക്കപ്പെട്ടത്. പക്ഷേ ആ ലോകം അല്ലെങ്കിൽ ആ രാജ്യം ഇടപെടും. അല്ലേ? ഇപ്പൊ ഇന്ത്യയുടെ നിയമമല്ല പിന്നെ ഇവിടെ നോക്കുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവിടെ വരുന്ന ഫോറിനേഴ്സിന് ഇന്ത്യൻ പൗരനെ ഉപദ്രവിക്കുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷയാണ് ഒരു വിദേശ പൗരനെ ഇവിടെ വെച്ച് ഉപദ്രവിച്ചാൽ. ടൂറിസ്റ്റ് നിയമം അനുസരിച്ച് ഇന്ത്യയിൽ അവരോട് അവമര്യാദ ഓട്ടോയ്ക്കകത്ത് അവർ വിളിച്ചെന്നിരിക്കും, അവർ ചിലപ്പോൾ അല്പവസ്ത്രധാരികളായിരിക്കും, അവർ ചിലപ്പോൾ പോയിന്നിരിക്കും. അന്നേരം വണ്ടിക്കകത്ത് കയറി നമ്മുടെ തന്നെ കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു ഇന്ത്യൻ പൗരനോടോ ആരുടെയും കാണിക്കുന്നതല്ല. അവിടുത്തെ ഒരു പൗരനോട് കാണിച്ചാൽ ശിക്ഷ ഇരട്ടിയാണ്, നടപടികൾ വേഗത്തിലാണ്. ആ രാജ്യം ഇടപെടും.
ശരിയല്ല ഞാൻ പറയുന്നത്? ആ രാജ്യം ഇടപെടും. അത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന നിയമപരമായിരിക്കുന്ന സത്യമാണെങ്കിൽ, അമേരിക്കൻ പൗരനായിരിക്കുന്ന ഒരാൾ ഇവിടെ വന്ന് ഉപദ്രവിക്കപ്പെട്ടാൽ, ഇവിടെ വിസ കൊടുത്ത് വന്ന് നിയമലംഘനമില്ലാതെ വന്ന ഒരു മനുഷ്യൻ ഇവിടെ വെച്ച് സുരക്ഷിതത്വത്തിന് ലംഘനം നടത്തി അദ്ദേഹം ഇവിടുത്തെ സാധാരണക്കാരാൽ സ്വത്രം മോശമായി ഏതെങ്കിലും നിലവത്തിന് വിധേയപ്പെട്ടാൽ ഇടപെടുന്നത് അവിടുത്തെ സർക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ, നമ്മുടെ പൗരത്വം ഇവിടെ അല്ലാന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിശ്വസിച്ച് ജീവിച്ചാൽ ഇതൊക്കെ അനുഭവിക്കാം. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിജോയ്സ് മിനിസ്ട്രിയിലെ ആളുകൾ ഭാഗ്യം കൊണ്ട് ഇന്ന് വരെ നിങ്ങളുടെ വായിന്ന് ഒരു പാസ്റ്റർ നിലയ്ക്ക് നിങ്ങൾ ഒത്തിരി പേര് അടുത്തറിയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഈ വിശ്വാസ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ ജീവിക്കുമ്പോൾ അവർക്ക് പൈശാചിക പ്രശ്നങ്ങൾ, ആഭിചാരം, കൂടോത്രം ഇതൊക്കെ ഭരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിരിക്കുന്നു, സാത്താൻ കയറി അങ്ങ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയും. ഞാൻ ചോദിക്കുന്നു, സ്തോത്രം, വെറുതെ എന്താ പറയുന്നത്? നിങ്ങൾ പറയുന്നത് എനിക്ക് ലജ്ജയുണ്ട്. ചുമ്മാ ഒരു ബെർമൂഡൻ ടീഷർട്ട് ഇട്ടുകൊണ്ട് അമേരിക്കയിൽ നിന്ന് വണ്ടി കയറി ഇവിടെ വന്നിട്ട് 3.5 കൊല്ലം കഞ്ചാവ് അടിച്ച് കടപ്പുറത്ത് കിടന്നവൻ, സ്തോത്രം, അവൻ്റെ കണ്ണിലേക്ക് ആരണ്ടും മണൽ വാരിയിട്ടപ്പോൾ അമേരിക്ക ഇടപെടുമെങ്കിൽ കുഞ്ഞാടിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുത്ത് പരിശുദ്ധാത്മാവിനെ അകത്ത് തന്ന് കൃപ തന്ന് നിർത്തിയിരിക്കുന്ന നീ ദൈവിക പൗരത്വം, സ്വർഗത്തിൻ്റെ പൗരത്വമുള്ള നിന്നെ സ്വർഗസ്ഥനായ ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുമ്പോൾ അതിന് വിരോധമായിട്ട് ആരെങ്കിലും ഇടപെടാൻ തുടങ്ങിയാൽ ചുമ്മാ തൂണും ചാരി മോങ്ങി നിൽക്കേണ്ടവരല്ല നമ്മൾ. സഭാ ഹാളിന്റെ 40 അടി നീളം 20 അടി വീതിയുള്ള ഒരു ഹാളിന്റെ തൂണെ ചാരിക്കൊണ്ട് സ്തോത്ര പിശാചനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിനകത്ത് വരുവാനുള്ള ലോകത്തിന്റെ ശക്തി എന്ന് പറയുന്നുണ്ട്. അത് ഉണ്ടെന്ന് പറയല്ല, അത് ആസ്വദിക്കുന്നവരാണ് ഇവിടുത്തെ മക്കളെന്ന് എഴുതിയിരിക്കുന്നത്. ആസ്വാദനം എന്നൊരു വാക്കാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളൊരു ലഹരി ഉപയോഗിക്കുന്നത് പോലെയോ ഒരു ഐസ്ക്രീം രുചിക്കുന്നത് പോലെയോ അങ്ങനെ ഒരു സുഖം നല്ലതല്ല. അത് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ആ രാജ്യത്തിൻ്റെ സംരക്ഷണ, ആ രാജ്യത്തിൻ്റെ നടപടി നടത്തിപ്പ്, അത് മുഴുവൻ ദൈവമായ കർത്താവ് ഇവിടെ ഇരുന്ന് തരുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അപ്പൊ ഇത് പറയുന്നത് ഒരു ബൈബിൾ ക്ലാസ് ആയിട്ടല്ല, വിശ്വസിക്കണം. സ്വർഗത്തോട് പറയണം, ആ രാജ്യത്തിന് സൈന്യമുണ്ട്, ആ രാജ്യത്തിൽ രാജാവുണ്ട്, ആ രാജ്യത്തിന് ആയുധമുണ്ട്, ആ രാജ്യത്തിന് നിയമമുണ്ട്, ആ രാജ്യത്തിനൊരു വ്യവസ്ഥയുണ്ട്. അവിടുത്തെ പൗരനാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അകാരണമായി എവിടെ പീഡിപ്പിക്കപ്പെട്ടാലും ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറയണം, ഞങ്ങൾക്ക് സ്വർഗീയ നീതിയുണ്ട്. ഞാൻ ഇന്നലെ ഈ പൗർഷനി 100 മണിക്കൂർ പ്രാർത്ഥന നടക്കുമായിരുന്നു, നെഹമ്യാവിൻ്റെ പുസ്തകത്തെ ആധാരമാക്കിയ. ഞാൻ ആദ്യത്തെ പ്രസംഗത്തിനോട് കയറി നിൽക്കുന്ന സമയത്ത് നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് നെഹമ്യാവ് പറഞ്ഞൊരു വാക്ക് അവിടെ നിന്നപ്പോഴൊരു വെളിപ്പാടായിട്ട് പറഞ്ഞതുപോലെയാണ് പരിശുദ്ധാത്മാവ് അന്നേരം പറഞ്ഞത്. ഞാൻ പിന്നീട് അത് ചിന്തിച്ചു, ആ പ്രസംഗം ആരും എടുത്തു പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, ആ വാക്ക് എടുത്തു പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നെഹമ്യാവ് 1:5. ആ വാക്യം ഇങ്ങനെയാണ്: നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. ആ വാക്യം ഞാൻ കരുതിക്കൂട്ടി കയറിയൊന്നല്ല, പക്ഷെ അവിടെ കയറിയപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു: ദൈവത്തെ ഒരുത്തൻ സ്നേഹിച്ചാൽ, ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചാൽ, നിന്നെ സ്നേഹിച്ച ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചാൽ, അടുത്ത വാചകം കേട്ടെ, നിയമവും ദയയും പാലിക്കും. നെഹമ്യാവിന്റെ പുസ്തകം 1:5. നിയമവും ദയയും പാലിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എന്നാണെന്നറിയാമോ? ഇവര് നിൽക്കുന്ന ബാബിലോണിൽ, ആ വാക്കിന്റെ ഇന്നലെ അവിടെ പ്രഭാഷണത്തിൽ വെളിപ്പെട്ട ദൂത് ഇതാണ്: ബാബിലോണിൽ, ഈ മേദ്യ പേർഷ്യയിൽ ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എല്ലാവരും ജീവിക്കുന്നത്. പക്ഷെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നെഹമ്യാവ് പറയുന്നു, ഈ രാജ്യത്തിനൊരു നിയമമുണ്ട്, ആ നിയമത്തിന് വിധേയപ്പെട്ടാണ് എല്ലാവരും ജീവിക്കേണ്ടത്. പക്ഷെ ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവത്തിനൊരു നിയമമുണ്ട്, ആ നിയമം വെച്ചാ ദൈവം വിടുവിക്കുന്നതെന്ന്. ഇന്ത്യയിൽ പാർക്കുന്ന ഞാൻ പറയും, നിങ്ങൾ ഖത്തറിലാണല്ലോ, ഞാൻ പറയും ഇന്ത്യയിൽ നിയമം അനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ.
ഇന്ത്യയുടെ ഭരണഘടന വിധേയപ്പെട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യ പറയുകയാണ് ഇനി ഇവിടെ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റിയല്ല, വഴിവക്കത്ത് നിന്ന് പ്രസംഗിക്കാൻ ഒക്കെയല്ല, ഒരു വീട്ടിലും പോയി സുവിശേഷം ലഘുലേഖ കൊടുക്കാൻ പറ്റിയല്ലെന്ന് ഇന്ത്യ ഒരു നിയമം പാസ്സാക്കിയാൽ അതനുസരിച്ചേ പറ്റൂ. പക്ഷെ ഈ വാക്യം ഒരു സത്യം പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ടത് അനുസരിക്കുമ്പോൾ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ നിയമം കൈകാര്യം ചെയ്യുന്നത് വക്കീലല്ല, ജഡ്ജിയല്ല, ഈ ദൈവമാണെന്ന്. ഉടനെ നെഹമ്യാ പറഞ്ഞു, ഈ രാജ്യത്തിലെ നിയമം ഞങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുകയാൽ ഞങ്ങളുടെ നിയമപാലകൻ ഞങ്ങളുടെ ദൈവമാണ്. മറ്റൊരു രാജ്യത്തൊരു നിയമം, ആ നിയമമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ആ പ്രൊട്ടക്ഷനാണ് ഞങ്ങൾക്ക് തരുന്നത്. മനസ്സിലായോ? സത്യമല്ലേ എന്ന് ഞാൻ പറയുന്നത് ഒന്നോട് ചിന്തിച്ചിട്ട് സ്തോത്രം പറഞ്ഞ് സ്തോത്രം. ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിൽ ചെന്ന് നമ്മൾ പാർക്കുക. അപ്പോൾ അവിടെ ഒരാൾ വടിവാളും കൊണ്ട് വന്നിട്ട് പറയുക, ഒരു സുവിശേഷകൻ പാർക്കുകയാണ് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു വടക്കേന്ത്യൻ ഗ്രാമത്തിൽ. അപ്പോൾ അവിടെ രണ്ടുപേര് ഗ്രാമത്തലവൻ്റെ വടിവാൾ കൊണ്ടുകൊണ്ട് പറയുകയാണ്, ഇവിടെ ഒറ്റ എടുത്ത് പറയാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവരുടെ ആ ഗ്രാമത്തിൻ്റെ നിയമമാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ നിയമം അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങും. ആ നിയമം ചിലപ്പോൾ വിധിക്കും, ഈ പറഞ്ഞ പുള്ളി ഈ നാട് വിട്ടു പോകണം, ഈ വന്ന പുള്ളി ഇവിടെ പ്രവർത്തിക്കണം. എത്രയോ സ്ഥലത്ത് നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് വിരോധമായി നിയമം കൊണ്ട് നിങ്ങളെ പൂട്ടാൻ നോക്കിയാൽ നീതികേടാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയമം നിങ്ങളുടെ ഓഫീസിനകത്ത്, അറബിയുടെ നാട്ടിൽ ഓഫീസിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയമം ദൈവം പ്ലാൻ ചെയ്യും. ഇന്ന് രാത്രി ഇതൊക്കെ ഈ സന്ധ്യയിൽ, ഇവിടുത്തെ സന്ധ്യ മയങ്ങുന്ന സമയത്ത് ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിശ്വസിക്കണം. ചില കാര്യങ്ങളിൽ ദൈവത്തിന്റെ നിയമം നടപ്പിലാക്കാൻ പോവുക. അവിടെ നിയമം കാണും, നിങ്ങളുടെ ഓഫീസിന്റെ റൂള് കാണും, നിങ്ങളുടെ രാഷ്ട്രത്തിന്റെ നിയമം ഒക്കെ ശരിയാണ്. പക്ഷെ സ്വർഗസ്ഥനായ ദൈവം പറയുന്നു അവന്റെ നിയമമേ നടക്കത്തുള്ളൂ. എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തിന് വചനം പ്രമാണിച്ചാൽ, ദൈവത്തിന് വേണ്ടി നിന്നാൽ നിയമം പാലിക്കുന്നവൻ പരിപാലകൻ ദൈവമാണ്. അപ്പൊ ആ ലോകത്തിന്റെ നിയമം, ആ നിയമമാണ് ഇവിടെ. അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് വെറുതെ കേൾക്കാതെ നിങ്ങളത് ദൈവസന്നിധിയിൽ നെഞ്ചത്തേക്ക് ഇത് ഇങ്ങനെ കൈവച്ചിട്ടെന്ന് പറഞ്ഞ, കർത്താവേ ഞാൻ ജീവിക്കുന്നിടത്തൊന്ന് സുരക്ഷിതത്വം, എൻ്റെ കുഞ്ഞിനെ പഠിക്കാൻ വിട്ട രാജ്യം എന്നൊക്കെ പറയുന്നത് തോക്കും വെടിയൊക്കെ വെക്കുന്ന രാജ്യമായിരിക്കാം. പക്ഷെ നിങ്ങളെ നെഞ്ചത്തേക്ക് കൈവച്ചിട്ട് പറയണം, എൻ്റെ കുഞ്ഞ് രക്ഷിക്കപ്പെട്ടതാണ്, എൻ്റെ കുഞ്ഞ് ദൈവാത്മാവിൽ ദൈവം ഞങ്ങളുടെ കൂടെ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പൈതലാണ്. അവിടെ എന്ത് നിയമമാണെങ്കിലും, അവിടെ കണ്ണിന് കണ്ണ്, സ്തോത്രം, വെട്ടിന് വെട്ടെന്നുള്ള നിയമമാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ എൻ്റെ കുഞ്ഞിന് കിട്ടണം. എൻ്റെ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ എൻ്റെ ഭവനത്തിന് കിട്ടണം, എൻ്റെ സഭയ്ക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ആ നിയമമാണ് നമുക്ക് ബാധ. കാരണം മറ്റൊരു ലോകത്തിൻ്റെ ശക്തിയിലാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഒന്ന് വചനത്തിൻ്റെ ശക്തി, രണ്ട് സ്തോത്രം ദൈവത്തിൻ്റെ വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ശക്തി. മൂന്നാമത് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. എബ്രായ ലേഖനം സ്തോത്രം 7-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, മൂന്നാമത്തെ ശക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്ക് 15-ാം വാക്യമാണ്. 7-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, 5 അല്ല, 7-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യമാണ്. സ്തോത്രം 7-ന്റെ 15. ആ വാക്യം ഇങ്ങനെയാണ്, ജഡസംബന്ധമായ, 7-ന്റെ 5 അല്ല, 7-ന്റെ 15 കേട്ടോ, ഒന്ന് തിരുത്തിയിട്ടത് 15. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറൊരു പുരോഹിതൻ. ജീവന്റെ ശക്തിയാൽ ഉളവായ വേറൊരു പുരോഹിതൻ. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. ആ വാക്യം നോക്ക്, ജഡസംബന്ധമായ കൽപ്പനയാൽ, ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല എന്ന് പറഞ്ഞാൽ ലേവി പൗരോഹിത്യം ജഡസംബന്ധമാണ്. ലേവി ഗോത്രത്തിൽ ജനിച്ചാൽ ഊനമില്ലെങ്കിൽ ആ മനുഷ്യന് പുരോഹിതനാകാം. എന്നാൽ യേശു ക്രിസ്തു ജനിക്കുമ്പോൾ യേശു മഹാപുരോഹിതനാണെന്ന് സ്ഥാപിക്കുകയാണ് എബ്രായലേഖനം, മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ശേഷം. അത് ജഡസംബന്ധമായ പ്രമാണം കൊണ്ടല്ല. പിന്നെ യഹൂദാഗോത്രത്തിൽ ജനിച്ച യേശു ക്രിസ്തു മഹാപുരോഹിതനായത് ജീവന്റെ ശക്തിയാലാണ്. അത് യേശുവിന് പറയുന്നു. അത് നമ്മളുമായിട്ട് തന്നെ ബന്ധം, അത് നമ്മളുമായിട്ട് ബന്ധം. ഞാൻ പറയാം, കേട്ടെ സ്തോത്രം. നിങ്ങളെ ഓരോരുത്തരും നിങ്ങൾ കണ്ടേ, കേരളത്തിലെ ഏതോ കൊച്ചു സ്ഥലത്ത്, ചിലപ്പോൾ ഹൈന്ദവ വീട്ടിൽ ഉള്ളവർ സൂമി കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല സ്തോത്രം, അതല്ലെങ്കിൽ ഏതെങ്കിലും സാമുദായിക പശ്ചാത്തലത്തിൽ യേശുക്രിസ്തുവിനേക്കാൾ അധികം മറ്റു പലരെയും മധ്യസ്ഥന്മാരും ദൈവങ്ങളുമായിട്ടൊക്കെ വാഴിച്ചു പോകുന്നൊരു വീട്ടിൽ, ജഡപ്രകാരമുള്ള ആചാരങ്ങൾ നടത്തിപ്പോകുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ദൈവകൃപയാൽ പഠിച്ച്
വിദ്യാഭ്യാസമൊക്കെ നടത്തി ബോംബെ ചെന്നോ ഡൽഹി ചെന്നോ നേഴ്സായോ അല്ലെങ്കിൽ എന്തെങ്കിലും IT പഠിച്ചതൊക്കെ നിങ്ങൾക്കൊരു വിസ കിട്ടി ഖത്തറിൽ ചെന്നു. അവിടെ ചെന്ന് ഒരു എക്യൂമെനിക്കൽ കൂട്ടായ്മയ്ക്കകത്ത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പോയതുപോലെ ജഡപ്രകാരം ഒരു മനുഷ്യനായിട്ടല്ല തിരിച്ചു വന്നേ. പിന്നെയോ നിങ്ങൾ ദൈവവൈതലായിട്ടാണ് തിരിച്ചു വന്നത്. ഇതെങ്ങനെ നടത്തി? സ്തോത്രം. 4 കൊല്ലം നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ കമ്പ്യൂട്ടർ അറിയാൻ വയ്യാത്തൊരു മനുഷ്യനായിരുന്നു. ഒന്നും അറിയില്ലായിരുന്നു. IT ഫീൽഡിൽ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് 4 വർഷത്തെ ട്രെയിനിങ് തന്നു. അങ്ങനെ നിങ്ങൾ പഠിച്ചു. അല്ലെങ്കിൽ ഉദാഹരണം പറയുക, ഇംഗ്ലണ്ടിൽ വിട്ട് പഠിപ്പിച്ചു നിങ്ങളുടെ കമ്പനി. നിങ്ങൾ അതിനകത്ത് മിടുക്കനായി തിരിച്ച് ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഏത് സംഭവവും കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കിട്ടി. ഇവിടെ നിന്ന് പോയത് ചുമ്മാ ITA പഠിച്ചിട്ട് പോയ ഒരാളായിരുന്നു. പക്ഷെ നിങ്ങളുടെ കമ്പനി 4 കൊല്ലം പോയി പഠിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴാണ് നിങ്ങൾ IT വിദഗ്ധനായത്. പക്ഷെ എൻ്റെ ചോദ്യം, നമ്മൾ മാത്രമുള്ള യോഗമാണല്ലോ. ഓർത്തഡോക്സുകാരനായി ഉന്തിരിക്കവും പുകച്ച് ഗുരുത്തോലം ചുട്ടു നിന്ന് നടന്ന് നീ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ദൈവവൈതലായിട്ടാണ് വന്നത്. എന്ത് ശക്തി കൊണ്ടാണ് നടന്നത്? പാരമ്പര്യം കൊണ്ടല്ല. പിന്നെ എന്താ? ജീവന്റെ യേശുക്രിസ്തു യഹൂദാഗോത്രത്തിൽ പിറന്നവൻ മഹാപുരോഹിതനായത് പാരമ്പര്യം കൊണ്ടല്ല, കർമ്മം കൊണ്ടല്ല, ജീവന്റെ ശക്തി കൊണ്ടാണ്. അതേ ജീവന്റെ ശക്തിയാണ് എന്നെ വീണ്ടും ജനിപ്പിക്കുകയും എന്നെ പാസ്റ്ററാക്കിയും എന്നെ അഭിഷേകമുള്ളവനാക്കിയും ദൈവവൈതലാക്കിയും സ്വർഗത്തിന്റെ അവകാശിയാക്കിയും ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവനാക്കിയും ഇന്ന് മുന്നോട്ട് നയിക്കാൻ വേണ്ട എല്ലാ കൃപകളും തരുന്നത് ജീവന്റെ ശക്തിയാണ്. 3ാമത്തെ ശക്തി എന്നിലും നിങ്ങളിലും വ്യാപരിക്കട്ടെ. ഇനി ആ ശക്തി ഒരു പ്രാവശ്യം വ്യാപരിച്ച് നിന്നെന്ന് എനിക്ക് തോന്നുന്നില്ല, നിൽക്കത്തില്ല. പിന്നെ എന്താണ്? സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, ഇന്നത് വ്യാപരിക്കുമ്പോൾ ഇന്നൊരു കൊച്ചു വിശ്വാസിയായിരിക്കാം, പക്ഷെ ആ ജീവന്റെ ശക്തി നിന്നെ സ്തോത്രം അഭിഷിക്തനാക്കും. ആ ജീവന്റെ ശക്തി നിന്നെ അതിന് ഇന്റർവ്യൂ ഇല്ല, അതിന് ടെസ്റ്റ് ഇല്ല, അതിന് പരീക്ഷയില്ല. നിന്നെ വിശ്വസ്തനെന്നിയാൽ പരിശുദ്ധാത്മാവ് നിനക്ക് കൃപ തരും, ആത്മാവാക്കി വെക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇതിന്റെ ഈ ശക്തി എന്ന് പറയുന്ന ഇതിന്റെ എല്ലാത്തിനും പുറകിൽ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവാണല്ലോ. ഇവിടെ എഴുതിയിരിക്കുന്ന സ്തോത്രം ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുക. ആരാക്കി വെക്കുന്നതെന്ന്? ഈ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി 20-28 അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളെ തന്നെയും തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി. വായിച്ചത് 20-28 അപ്പോസ്തലപ്രവൃത്തി. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കാൻ ആരാ? പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി. സ്തോത്രം. പരിശുദ്ധാത്മാവ് അധ്യക്ഷനാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷകനാക്കുക, നേതൃത്വത്തിൽ കൊണ്ടുവരിക, കൃപയുള്ളവനാക്കുക, അധികാരമുള്ളവനാക്കുക, വരമുള്ളവനാക്കുക. ആരാ ചെയ്യുന്നത്? ഈ ശക്തിയാ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആ ശക്തി ഇന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃപ തരാം, നിന്നെ അഭിഷേകമുള്ളവനാക്കാം, നിന്നെ അധികാരമുള്ളവനാക്കാം, പ്രവചിക്കുന്നവനാക്കാം, ദർശനമുള്ളവനാക്കാം. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇന്നേ പറയത്തക്ക രീതി ദൈവത്തിന് കൃപയാൽ ഒരു വീട്ടമ്മയായി ഒതുങ്ങേണ്ട നിന്നെ കൃപ തന്നാൽ ഈ ആത്മാവ് എന്താക്കി വെക്കുമെന്ന് പറയാനൊക്കില്ല. ജീവന്റെ ശക്തി എന്നൊരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പരിപാടി ഓക്സിജൻ കൊടുക്കുന്നത് പോലെ ലോകത്തിന് വന്നിരിക്കുമ്പോൾ അന്ത്യശ്വാസം വലിക്കാൻ ഊർത്തശ്വാസം വലിക്കുന്ന പോലെ ഓക്സിജൻ കൊടുക്കുന്നതല്ല. പിന്നെ എന്തിനാണെന്നറിയാം? നമ്മളിത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ അധികാരിയാക്കാൻ, ആ സഭയിലിരിക്കുന്ന ചിലരെ, പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ദൈവകൃപയിൽ ബലപ്പെടുത്താൻ. അങ്ങനെ ദൈവാത്മാവ് ചിലത് ചെയ്യും. ഇത് 3ാമത്തെ ശക്തി, വചനത്തിന്റെ ശക്തി. സ്തോത്രം. 2ാമത്തത് നമ്മൾ കണ്ടു, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി. 3 ജീവന്റെ ശക്തി. ഈ ശക്തി കയ്യിലുണ്ടെങ്കിൽ, യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, ഈ ജീവശക്തി കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ക്ഷീണിക്കത്തില്ല, തളരത്തില്ല. ഈ ശക്തിയാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, നമ്മളെ ആക്കി വെക്കുന്നത്. യേശുക്രിസ്തുവിനെ ആരാണ് മഹാപുരോഹിതനാക്കിയത് എന്ന് ലേവി ഗോത്രക്കാർ മുഴുവനും കൂടി കൊടി പിടിച്ച് ചോദിച്ചാൽ സ്വർഗം മറുപടി പറയും, ആരും മിണ്ടണ്ട, ഇലക്ഷൻ എടുത്താക്കിയതല്ല, പാരമ്പര്യം കൊണ്ടാക്കിയതല്ല, ജീവന്റെ ശക്തിയാൽ ഉളവായ പുരോഹിതൻ. ഉണ്ടോ? ജീവന്റെ ശക്തിയാൽ ഉളവായ വേറൊരു പുരോഹിതൻ. എങ്ങനെ ഉണ്ടായത്? ജീവന്റെ ശക്തി. എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും പറയാം, നിങ്ങളത് വാക്ക് ശ്രദ്ധിക്കണം. ജീവന്റെ ശക്തിയാൽ
നമ്മൾ വായിച്ച 7:15 ജീവന്റെ ശക്തിയാൽ ഉളവായ. പുരോഹിതനുണ്ടാകുന്നത് കുപ്പായം തയ്പ്പിച്ചുകൊണ്ടല്ല, പുരോഹിതനുണ്ടാകുന്നത് വെല്ലിപ്പച്ചൻ പുരോഹിതനായതുകൊണ്ടല്ല, ജീവന്റെ ശക്തിയാൽ യേശു മഹാപുരോഹിതനായി. ആ ജീവന്റെ ശക്തിയാൽ ഇന്ന് ഈ സൂമിനകത്തിരിക്കുന്ന ചിലരെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കട്ടെ. മക്കളെയും കുടുംബത്തെയും ബന്ധുക്കളെയും ആങ്ങളെയും നിന്റെ നാത്തൂനെ എല്ലാം കൃപയിലേക്ക് നയിക്കാൻ ഈ ജീവന്റെ ശക്തി, നമ്മുടെ ബുദ്ധി കൊണ്ട് നടക്കൽ ഒരു ടെക്നിക് കൊണ്ട്, ഈ ജീവന്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ദൈവത്തിൻ്റെ മഹാകൃപയാൽ നിങ്ങളുടെ അസാധാരണ മനുഷ്യനാക്കി മാറ്റും. ഇപ്പം ജീവന്റെ ശക്തി. ഇത് മൂന്നാമത്തതാണ്. അടുത്തത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ലൂക്കോസ് 24-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്ന വാക്യം ഇങ്ങനെയാണ്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെ, ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചത്. അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിന് സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. ഒരു ഐഡന്റിറ്റിയാണത്. യേശുക്രിസ്തു എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് ചോദിക്കുക. ഇപ്പൊ യേശുവാണ് കൂടെ പോകുന്നതെന്ന് അറിയില്ല കേട്ടോ, നിങ്ങൾക്ക് അറിയാലോ ആ സംഭവം. യേശുവാണെന്ന് അറിയില്ല, അവരുടെ കണ്ണ് മറച്ചിരിക്കുക. ഒരു വഴിപോക്കനെ പോലെ യേശു കൂടെ നടക്കുമ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഈ എമ്മൗസിലേക്ക് പോയവര് യേശുവിനെ കുറിച്ച് പറയുക. എന്താ പറയുന്നത് നോക്കേ, നീ മാത്രം ഈ കാര്യം അറിയാതിരിക്കുന്നത് എന്താ? അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശു. യേശു മരിച്ചു, അടക്കപ്പെട്ടു. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു ഇന്ന് ഭൂമിയുടെ മുഖത്തില്ല. കാരണം യോസഫിന്റെ കല്ലറ അടക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടല്ലോ. പക്ഷെ അവർ യേശുവിനെ കുറിച്ച് പറഞ്ഞത് പച്ചോളം വീഞ്ഞാക്കിയ യേശു എന്നല്ല, തള്ളിപ്പോയി യഹൂദന്മാരുടെ വായടപ്പിച്ച യേശു എന്നല്ല, അത്തി ഉണക്കിയ യേശു എന്നല്ല, വെള്ളത്തിന്റെ മീതെ നടന്ന യേശു എന്നല്ല. പിന്നെ എന്തെന്നാ പറഞ്ഞത്? നീ മാത്രം അറിഞ്ഞില്ലേ, 3.5 കൊല്ലം ഇവിടെ മുഴുവൻ നടന്നു ലാസറിനെ ഉയർപ്പിച്ച യേശു എന്നല്ല പറഞ്ഞു. പിന്നെ എന്താ? വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ. ആ വാക്കിന്റെ അർത്ഥം എന്താ? നമ്മുടെ രക്ഷകനായി, സഭയുടെ കാന്തനായി, എൻ്റെ വീണ്ടെടുപ്പുകാരനായി യേശു. ആ യേശുവിൻ്റെ ഒരു വാക്കിന് ശക്തിയുണ്ട്, പ്രവൃത്തിക്ക് ശക്തിയുണ്ട്. ആ നാഥന്റെ കൈക്കീഴിലാണ് നമ്മൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ശക്തി, നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങളോട് പറയാണ്, ആരൊക്കെ പലരുടെയും വാക്കിന് ശക്തിയുണ്ട്, പലരുടെയും വാക്കിന് ശക്തിയുണ്ട്. ഇപ്പൊ വീട്ടിലെ അപ്പൻ പിള്ളേരോട് പറയാണ്, ഇന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് ആരും പോകാനൊക്കത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പൻ ഒരു ജഡ്ജി, അയാൾ വിധിച്ച പോകുകയല്ല. നമ്മളൊന്നും പലരും പോകത്തില്ലായിരുന്നു. എത്രയോ സ്ഥലത്ത് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ പോകാനൊക്കെ ആയിട്ട് ചിലപ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് പോകാനൊക്കത്തില്ല എന്ന് പറഞ്ഞ് പോകുകയല്ല. പിന്നെ കരച്ചിലിന് കഥയില്ല. വാക്കിന്റെ ശക്തി. നല്ല അപ്പനാണെങ്കിൽ വാക്കിന്റെ ശക്തി. നിങ്ങളുടെ കമ്പനിയുടെ ചുമതലപ്പെട്ടവൻ പറയുകയാണ്, നിങ്ങൾ വിളിച്ചിട്ട് പറയുകയാണ്, നാളെ മുതൽ നീ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ താൻ ആരാ, ഞാൻ വരും എന്ന് പറയാൻ പറ്റും? ഇല്ല. അയാൾ പറഞ്ഞാൽ ശക്തിയുണ്ട്, വരികയല്ല. ഇവിടുത്തെ കോടതി, ഇവിടുത്തെ നിയമജ്ഞർ രാജ്യം വിട്ടു പൊക്കോളെന്ന് പറഞ്ഞാൽ വാക്കിന് ശക്തിയുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം, ആരെന്തു പറഞ്ഞാലും എല്ലാത്തിൻ്റെ മീതെ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവൻ കർത്താവായ യേശുവാണ്. യേശു എന്തെങ്കിലും ചെയ്താൽ ആ പ്രവൃത്തിയിൽ ഒരു പവറുണ്ട്. കർത്താവ് എന്തെങ്കിലും ചെയ്താൽ അതിനകത്തൊരു ശക്തിയുണ്ട്. ഞാൻ പറയാം, നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങൾ യേശു ചെയ്തു, പക്ഷെ അതിനകത്തൊരു പവറുണ്ട്. കുരുടനായി വന്ന മനുഷ്യനെ തുപ്പിയിട്ട് ചേറുണ്ടാക്കിയിട്ട് കണ്ണി പൂശി, കണ്ടു നിൽക്കുന്നവർക്ക് വട്ടാൻ തോന്നും, പക്ഷെ ആ പ്രവർത്തിക്കകത്തൊരു ശക്തിയുണ്ട്. നമുക്ക് മനസ്സിലാകാത്തതാണെങ്കിൽ പോലും കർത്താവ് ചിലത് ചെയ്താൽ അതിൻ്റെ അകത്ത് വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിൻ്റെ നാമത്തിൽ നാം എന്ത് ചെയ്താലും അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എന്ത് പറഞ്ഞാലും അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. യേശു പ്രത്യക്ഷത്തിൽ ഇവിടെയില്ല, പക്ഷെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ശക്തി, ഇത്രയും ചെയ്താൽ മതി. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സുവിശേഷം പ്രിന്റ് ചെയ്ത ഒരു ലഘുലേഖ നിങ്ങൾ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒരു മനുഷ്യന് കൈ കൊടുക്കുക. അതൊരു പ്രവൃത്തിയാണ്. അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നൊരു ശക്തി ഉണ്ടാവും. ആ ശക്തി കയറി പിടിക്കും. അങ്ങനെ പലരും വിശ്വാസം വന്നത്. അത് നമ്മളൊന്നും കൊടുത്തിട്ടല്ല. ഇത് 4ാമത്തെ ശക്തിയാണ്.
5, 6, 7 ഞാൻ പെട്ടെന്ന് പറയാം. അഞ്ചാമത്തത് 2 തിമോത്തിയോസ് 3:5. 2 തിമോത്തിയോസ് 3:5 പറയുന്നുണ്ട് ഭക്തിയുടെ ശക്തിയെക്കുറിച്ച്. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിനകത്തല്ലേ പറഞ്ഞിരിക്കുന്നത്? ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അപ്പം ഭക്തിയുടെ അതിനകത്ത് നമുക്ക് വേണ്ടതെടുക്കാം. ഭക്തിക്കൊരു ശക്തിയുണ്ട്. ആ ശക്തി എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്കറിയാം, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഹെരോദാവിന് അവിടെ എഴുതിയിരിക്കുന്ന വാക്യയുടെ സുവിശേഷത്തിനകത്ത് ഹെരോദാവിന് യോഹന്നാനെ പേടിയായിരുന്നു. അധികാരം കൊണ്ട് അല്ലെങ്കിൽ കിരീടം കൊണ്ടും സിംഹാസനം കൊണ്ടും ഹെരോദാവാണ് ആ രാജ്യത്തിൻ്റെ തലവൻ. യോഹന്നാനെ കണ്ട ഒട്ടകരോമത്തിൻ്റെ വസ്ത്രവും ഒരു തരം റഫാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതി നല്ല സോഫ്റ്റ് അല്ല. അദ്ദേഹം കഴിക്കുന്ന ആഹാരം എല്ലാവരും കഴിക്കുന്ന ആഹാരമല്ല. ശരിക്കും ഒരു സോപ്പിങ് അദ്ദേഹത്തിനില്ല. ഇങ്ങനെ രീതിക്കാരനായിരുന്നു. കണ്ടാൽ തന്നെ ഒട്ടകരോമത്തിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നവനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയുള്ളവൻ പ്രാകൃതനെ പോലെ കണ്ടാലിരിക്കും. അധികാരം കൊണ്ട് ഹെരോദാവ് വലുത്, പക്ഷെ ഹെരോദാവിന് പേടിയായിരുന്നു. എന്താ കാരണം? എത്ര വലിയ അധികാരി തലപ്പത്തിരുന്നാലും നീ ഭക്തനായി ജീവിച്ചാൽ നിന്നെ പേടിക്കും ആളുകൾ. ഭക്തിക്ക് ഭയങ്കര ശക്തിയുണ്ട്. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. അബ്രഹാമിൻ്റെ ഭാര്യ സാറ മരിച്ചു. സാറ മരിക്കുന്ന സമയത്ത് അദ്ദേഹം ജാതികളുടെ ഇടയിലാണ് പാർക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമല്ലോ. അങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച്. ഞാനൊരു പരദേശിയാണ്, വന്നു പാർക്കുന്നവൻ. എൻ്റെ ഭാര്യ മരിച്ചുപോയി. എൻ്റെ ഭാര്യയെ മാന്യമായി ശവസംസ്കാരം നടത്താൻ എവിടെയെങ്കിലും ഇത്ര സ്ഥലം തരാമോ എന്നത് റിക്വസ്റ്റാണ്. അപ്പോൾ ആ നാട്ടുകാർ പറയുകയാണ്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവാണ്. നോക്കിയേ, അബ്രഹാം ഒരു ഭക്തനായി ജീവിച്ചു. സത്യത്തിൽ പരദേശിയ, പക്ഷെ ഭക്തൻ നാട്ടുകാരുടെ ഇടയിൽ പ്രഭുവായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് ശക്തിയുണ്ട്. ജീവിത ഭക്തി എന്ന് പറയുന്നത് എവിടെയും നമുക്ക് പവറാക്കാം. വേണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാട്ടുകാരുടെ ഇടയിൽ നമ്മൾ നിന്നാപാത്രമാകാം. അത് കടത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഭക്തിക്കൊരു ശക്തിയുണ്ടെന്ന് പറഞ്ഞ് 2 കാര്യോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. ഭക്തിയുടെ ശക്തി 5-ാമത്തതാണ്. അത് ജീവിച്ചാൽ, വേണ്ടുവണ്ണം ജീവിച്ചാൽ ഭയങ്കര പവറാണ്. ഈ ആത്മീയത്തിൻ്റെ പ്രത്യേകത പറയാം, ക്രിസ്തീയ മാർഗത്തിൻ്റെ പ്രത്യേകത പറയാം. ഇതിനകത്ത് ഈ ആത്മീകം പവർഫുൾ ആക്കുന്നത് ജീവിതം കൊണ്ടാണ്, ആചാരം കൊണ്ടല്ല. വെടിക്കെട്ട് നടത്തിയും ബാൻഡുമേളം നടത്തിയും തോരണങ്ങളും കൊടികളും ഒക്കെ കെട്ടിയും കളർഫുള്ളാക്കാം. പക്ഷെ ജീവിതം ശക്തമാക്കുക, ആത്മീകം ശക്തമാക്കുന്നത് ജീവിതം കൊണ്ടാണ്. എബ്രായ ബാലന്മാർ തീയുടെ ബലം കെടുത്തി. എന്തുകൊണ്ടാണ്? അവരൊന്നും ചെയ്തില്ല. അവരുടെ ഭക്തി അവർ പ്രചരിപ്പിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ഭക്തരാണ്, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ ഭക്തിക്ക് കോട്ടം വരുത്തുന്നത് ഒന്നും ഞങ്ങൾ ചെയ്യേല. അങ്ങനെ പറഞ്ഞു, തീക്കകത്തിട്ടു, തീയുടെ ബലം കെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. തീ കെട്ടില്ല, ബലം കെട്ടു. കാരണം എന്താ? വിശ്വാസത്തിൻ്റെ ഭക്തിക്കൊരു പവറുണ്ട്. നമ്മളെ ഇളകാതെ നീ വിശ്വസിക്കുന്ന സത്യത്തിൽ മുറുകെ പിടിച്ചു നിന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാം, തീയുടെ ബലം കെട്ടതുപോലെ നിന്റെ മുമ്പിൽ നീ ഭക്തനാണെങ്കിൽ, ആരുടെയും മുമ്പിൽ നമുക്ക് കൈക്കൂലി മേടിച്ചിട്ടില്ല, ഒരുത്തനും പറ്റിച്ചിട്ടില്ല, ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ആരുടെ മുമ്പിലും തല ഉയർത്തി നിൽക്കാനുള്ള പ്രാഗൽഭ്യം പ്രാർത്ഥനയ്ക്കകത്ത് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ റിജോയ്സിലെ ദൈവമക്കളോട് പറയാം, നിന്റെ ഭക്തി അതിനാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. അതിനൊരു ശക്തി. അതാ തിമോത്തിയോസിനോട് പൗലോസ് എഴുതിയിരിക്കുന്നത്, ജീവിതം കളഞ്ഞിട്ട് എന്തൊക്കെ കാണിച്ചാലും ഭക്തിയുടെ ശക്തി പോയി. തിരിച്ച് ജീവിച്ച് കാണിക്കുക, അപ്പോൾ ശക്തി വ്യാപരിപ്പാനിടയാകും. 2 ഞാൻ വേഗത്തിൽ പറയാം കേട്ടോ. സ്തോത്രം. 6-ാമത്തത് റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്?
അവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തിയുണ്ട്. അവിടുത്തെ ശക്തിയുണ്ടോ? 6-ാമത്തത് റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്താ എഴുതിയിരിക്കുന്നത്? അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ട്. പിന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി താഴെ എഴുതിയിട്ടുണ്ട്. പക്ഷെ മോണിലെ പരിശുദ്ധാത്മ നമ്മൾ കോമൺ ആയതുകൊണ്ട് ഞാൻ എടുത്തു പറയാത്തത്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി. ഏത് തല കുലിക്കാത്തവനെയും എൻ്റെ കർത്താവ് അത്ഭുതങ്ങളിലൂടെ തല കുലിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പത്രോസിന്റെ അടുക്കൽ യോഹന്നാന്റെ സുവിശേഷം 1:42 യേശു ആദ്യം പത്രോസ് യേശുവിൻ്റെ അടുക്ക വരുന്നത്. അന്ത്രയോസ് കൊണ്ടുവന്നതാ. അന്ന് യേശു പറഞ്ഞു, നിനക്ക് ശീമോൻ എന്നാ പേര്, നിനക്ക് കേഫ എന്ന് പേരാകും എന്നൊക്കെ പറഞ്ഞു. അയാൾ മൈൻഡ് ചെയ്തില്ല. ഓ, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി. ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴേക്കുള്ള വാക്യത്തിൽ ഒരു രാത്രി മുഴുവൻ മീൻ പിടിക്കാതെ നിന്ന ശീമോനുള്ള പടകിലേക്ക് യേശുക്രിസ്തു കയറി ചെന്നു. കുറച്ചേരം ഉപദേശിച്ചിട്ട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ. ആ വലവീശലിനകത്ത് 2 പടക നിറച്ച് മീൻ കിട്ടി. 2 പടക നിറച്ച് മീൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരും പറയാതെ പത്രോസ് കാൽക്കൽ ചെന്ന് വീണിട്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയാണേ, എന്നെ വിട്ടു പോകാൻ. യേശു ബൈബിൾ ക്ലാസ് എടുത്തില്ല, യേശു കണ്ണുരുട്ടി കാണിച്ചില്ല, യേശു ന്യായവിധി പ്രസംഗിച്ചില്ല, യേശു നിന്നോട് ലാസ്റ്റ് വാണിംഗ് വന്നില്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ കൊണ്ടിട്ട് മുക്കൂന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. യേശു ഒരു അത്ഭുതം ചെയ്തു. അവന്റെ പടക നിറച്ച് മീൻ കൊടുത്തു. ഇതോടുകൂടെ അവൻ വീണു. അത്ഭുതത്തിന് ശക്തിയുണ്ട്. നമ്മൾ ഈ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും, എൻ്റെ ദൈവമേ, ഈ ഒരു പിടുത്തം പിടിക്കണേ കർത്താവേ, ഇവൻ പിടയ്ക്കണേ കർത്താവേ എന്നൊക്കെ പറയും. വെറുതെ കർത്താവ് ഒന്നും ചെയ്യുന്നവനല്ല. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ, നിന്റെ അത്ഭുതം കൊണ്ടാണ് പത്രോസ് തിരുസന്നിധിയിൽ ഇന്ന് ഞങ്ങൾ അറിയുന്നൊരു പത്രോസായത്. യേശുവിനോട് പ്രവചനമാ പറഞ്ഞത്, അല്ലേ? പ്രവചനമാ പറഞ്ഞത്. എന്താ പ്രവചനം? നിനക്ക് കേഫ എന്ന പേരാകും. അതൊരു പ്രവചനമായിരുന്നു. പക്ഷെ പത്രോസ് വീണില്ല. പക്ഷേ പടക നിറച്ച് മീൻ കൊടുത്തപ്പോൾ ഒന്നും മിണ്ടിയില്ല. യേശു അങ്ങ് മാറിയുന്നു. അവൻ വന്ന് കാൽക്ക വീഴുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങളുടെ വീട്ടിൽ ഇന്നും നിങ്ങളുടെ വിശ്വാസത്തെ അംഗീകരിക്കാത്ത ആരുണ്ടെങ്കിലും എൻ്റെ കർത്താവ് പ്രത്യക്ഷത്തിൽ ഒരു അടയാളം ചെയ്ത് അവരെ കൃപയിലേക്ക് വരുത്തട്ടെ. അപ്പൊ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ശക്തിയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി നടക്കണം. എനിക്ക് പറയാൻ സമയമില്ല. എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കാത്തവർ, വിശ്വസിക്കാത്തവർ. ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അന്ന് രാത്രിയായിരുന്ന കാര്യം നടന്നു. അവർ പറയാൻ തുടങ്ങി, അയ്യോ, ഇവർ പ്രാർത്ഥിച്ച ദൈവം അവരുടെ കൂടെ ഉണ്ടെന്ന്. അത്ഭുതത്തിനും അത് നിന്നുപോയെന്നൊന്നും പറയരുത്. പാട്ടും പ്രാർത്ഥനയും മാത്രമായിട്ട് യോഗം തീർക്കരുത്. ഞാൻ സ്നേഹത്തോടെ പറയുന്നു, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥി. ഞങ്ങളുടെ സഭയ്ക്കകത്ത് അടയാളങ്ങളുടെ അത്ഭുതത്തിന് ശക്തി വ്യാപരിക്കണം. ഞാനത് പറയുമ്പോൾ നിങ്ങളെ കൂടെ ഓർപ്പിക്കുക, വെണ്ണിക്കുളത്ത് നമ്മുടെ സഭയിൽ 8-ാം തീയതി മുതൽ 28-ാം തീയതി വരെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക. വരാൻ പറ്റുമെങ്കിൽ വരണം, ഇല്ലെങ്കിൽ ഓൺലൈനിൽ പങ്കെടുക്കണം. അത് ഇപ്പോഴേ പ്രാർത്ഥിക്കണം. കർത്താവേ, നമ്മുടെ സഭ കർത്താവിൻ്റെ സഭയാണ്. ഈ വാക്യം വെച്ച് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ശക്തി നമ്മൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ കാണണം. അവിടുത്തെ ശുശ്രൂഷകന സണ്ണിച്ചാൻ അച്ചാൻ ശുശ്രൂഷിക്കുമ്പോൾ അവിടുത്തെ മക്കൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കണം. അവർ എന്ന് പറഞ്ഞാൽ എങ്ങനെ നടന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവദാസം പ്രാർത്ഥിച്ചു, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും നടന്നു എന്ന് പറയണം. അതിന് പുറത്തുനിന്ന് വിസ കൊടുത്ത ഒരാളെ കൊണ്ടുവരല്ല. നമ്മുടെ സഭയ്ക്കകത്ത് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി വ്യാപരിക്കണം. 6-ാമത്തെ ശക്തി. 7-ാമത്തെ കൂടി പറഞ്ഞാൽ നിർത്താം. അത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ അറിയാവുന്നതാണ്. സ്തോത്രം. പൗലോസ് പറയുന്നൊരു വാക്കാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾക്ക് അത് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. 3:9-10 ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ട ന്യായപ്രമാണത്തിൽ നിന്നുള്ള തന്നെ നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനെ ഇരിക്കണതും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി. 10-ാം വാക്യം. പുനരുത്ഥാനത്തിന്റെ ശക്തി, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടം. പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ പുനരുദ്ധരിക്കുക. മരിച്ച മനുഷ്യനെ പുതിയ മനുഷ്യനാക്കി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പവറാണ് ഈ പുനരുദ്ധാനം. പരിശുദ്ധാത്മാവാണ്. പക്ഷെ ഇതിനൊക്കെ വേറെ വേറെ പേരാ കൊടുത്തിരിക്കുന്നത്.
വ്യാപാര ശക്തി, പുനരുദ്ധാനത്തിന് ശക്തി, ഉയരത്തിന് ഇങ്ങനെ ഇതിൽ തന്നെ പല പേരാ, ചുമ്മാ ഭംഗിക്കിട്ടതല്ല. പുനരുദ്ധാനത്തിന് ശക്തി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കകത്ത് കയറി യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് ഉയരത്തിൽ കൊണ്ടുപോയി ഇരുത്തിയതിനാണ് പുനരുദ്ധാനത്തിന് ശക്തി എന്ന് പറയുന്നത്. ആ ശക്തി എൻ്റെ ശരീരം ക്ഷയിച്ചാൽ, മണ്ണോട് മണ്ണായാൽ, ഇവിടെ നിന്ന് പൊക്കിയെടുത്ത് അവിടെ കൊണ്ടുപോയി പുതിയ മനുഷ്യനായിട്ട് ഇരുത്തും. ഈ പൗലോസ് ആഗ്രഹിക്കുന്നത് ചത്തതിന് ശേഷം എന്നെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എന്നിൽ വരണം എന്നല്ല, ജീവിച്ചിരിക്കുമ്പോൾ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കണമെന്ന്. അതിനർത്ഥം എന്താ? ആ ശക്തി ഇപ്പോഴേ ജരാതനകൾ ബാധിച്ച് അവയവങ്ങളിൽ പോരാടുന്ന ചില രോഗശക്തിയുടെ മേൽ പുനരുദ്ധാനത്തിന് ശക്തി വ്യാപരിച്ചാൽ ചത്തുപോയ സെല്ലുകൾ, മരിച്ചുപോയ അവയവങ്ങൾ പുനരുദ്ധാനത്തിന്റെ ശക്തി കൊണ്ട് മണ്ണിൽ അലിഞ്ഞു ചേർന്നവനെ പൊക്കിക്കൊണ്ട് വന്ന് തേജസ്സിന്റെ രൂപിയാക്കി മാറ്റുന്ന ശക്തിയാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി. അത് പൗലോസ് ആഗ്രഹിക്കുന്നു. ഞാൻ ചത്ത് കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോഴല്ല, എനിക്കൊരാഗ്രഹമുണ്ട്, സ്തോത്രം, ഇവിടെ ഇരുന്നോണ്ട് പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിക്കണം. എൻ്റെ ബലഹീന ശരീരത്തിൽ രോഗം വരുമ്പോൾ, പ്രയാസം വരുമ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എന്നിൽ വ്യാപരിക്കണമെന്ന്. ഞാൻ 7 ശക്തിയെക്കുറിച്ച് പറഞ്ഞു. 7 അടിവരയിടണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. സഭയ്ക്കകത്ത് ഈ 7 ശക്തികളും വ്യാപരിക്കണം. വിശ്വാസിയുടെ ഇടയിൽ വചനത്തിൻ്റെ ശക്തി, നമ്മൾ പറഞ്ഞാൽ മതി വചനം, പക്ഷേ കഥ പറച്ചിലായിരിക്കരുത്. പരിശുദ്ധാത്മാവിൽ ശരിക്കും വചനത്തിൻ്റെ ശക്തി. ഒച്ചയും ബഹളം അല്ല വിഷയം. ഒരു കാര്യം പറഞ്ഞാൽ ആ വചനം അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ ഫലിച്ചിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കണം. വചനത്തിൻ്റെ ശക്തി, സ്തോത്രം. അടുത്തത്, വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ആ നീതിയുടെ വ്യാപാരം ഇവിടെ ഞങ്ങൾക്ക് കിട്ടണം. കൈക്കൂലി കൊടുത്തിട്ടല്ല, പുറംവാതിലൂടെ അല്ല, സ്വർഗത്തിലെ ആ വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ശക്തി. മൂന്നാമത്തത്, വാക്കിലും പ്രവൃത്തിയിലുമുള്ള ശക്തി. നാലാമത്തത്, ജീവന്റെ ശക്തി. അഞ്ചാമത്തത്, ഭക്തിയുടെ ശക്തി. ആറാമത്തത്, അത്ഭുതങ്ങളുടെ അടയാളത്തിൻ്റെ ശക്തി. ഏഴാമത്തത്, മരിച്ചവരെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുന്ന ശക്തി. ഇങ്ങനെ പുനരുദ്ധാനത്തിന്റെ ശക്തി. 7 ശക്തികൾ ഒരുപോലെ വ്യാപരിക്കുന്ന ഒരു കർമ്മമണ്ഡലമാണ് ദൈവസഭ. അവിടെയാണ് നമ്മളെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അതിൻ്റെ കീഴേ ഇവിടുത്തെ ലോകത്തിൽ ഏത് ശക്തിയുള്ളൂ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുക. സമയം തീർന്നതുകൊണ്ട് കണ്ണടച്ച് ഒറ്റ വാക്കിൽ പ്രാർത്ഥിക്കാം. എന്നിട്ട് ഞാൻ സൂമിൽ നിന്ന് ഇറങ്ങും. സ്തോത്രം. ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ പൗരുഷൻ എന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ സൂമിൽ കയറുന്നത്. കാരണം ഇവിടെ വലിയ മീറ്റിംഗ് നടക്കുമായിരുന്നു. ചർച്ചിൽ പോയിരുന്ന പ്രസംഗത്തിൽ വീണ്ടും വന്നു. ഇനി വൈകുന്നേരം വേറെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ തടിയൂർ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന, അവിടെയൊക്കെ ഓടിയെത്തണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ സൂമിൽ നിന്ന് ഇറങ്ങും. നിങ്ങളെ അനുഗ്രഹിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ 7 ശക്തി. നമ്മുടെ സഭയാണ് റിജോയ്സ് ഫാമിലി. അതിനകത്ത് ഒരു കൂട്ടായ്മയാണെന്ന് പറഞ്ഞ് നിൽക്കരുത്. നമ്മൾ ചെറിയ കൂട്ടമാണ്. 7 വിധ വ്യാപാര ശക്തി നമ്മുടെ സഭയ്ക്കകത്തുണ്ടാകണം. വചനം പറയുന്നതിൻ്റെ ശക്തി ആര് വന്നാലും, പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെയുണ്ട്, വചനത്തിൻ്റെ ശക്തി അവിടെയുണ്ട്, ഭക്തിയുടെ ശക്തി, എല്ലാവർക്കും ഇതെല്ലാം വ്യാപരിക്കണം. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം സൂമിലൂടെ ദൈവത്തിൻ്റെ വചനം പറയാൻ എനിക്കൊരവസരം തന്നല്ലോ. ഈ ശക്തി 7 തരത്തിൽ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. സഭ എത്ര ഭാഗ്യമുള്ളതാണ് കർത്താവേ. പല വീട്ടിലും കറണ്ട് പോയാൽ പിന്നെ മെഴുകുതിരിയുള്ളൂ. എന്നാൽ ഞങ്ങളുടെ സഭയിൽ വചനത്തിൻ്റെ ശക്തി, പുനരുദ്ധാനത്തിൻ്റെ ശക്തി, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ശക്തി, ഭക്തിയുടെ ശക്തി, വാക്കിൻ്റെയും പ്രവൃത്തിയുടെ ശക്തി, കർത്താവേ, ഇങ്ങനെ വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ശക്തി, ഇങ്ങനെ ഓരോ ശക്തിയാൽ ഞങ്ങളെ ശോഭിപ്പിക്കുന്നതിനായി നന്ദി അപ്പ. ഞാൻ സഭയിലേക്ക് കരം നീട്ടുന്നു. എൻ്റെ കർത്താവിൻ്റെ കൃപ സഭയ്ക്കകത്ത് വ്യാപരിക്കട്ടെ. ഏതെങ്കിലും വിഷയത്തിൽ ഈ വെള്ളിയാഴ്ച ഭാരപ്പെട്ടിരിക്കുന്നവർ ഞങ്ങളുടെ സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഈ 7 വിധ ശക്തിയിൽ ഏതെങ്കിലും ഒരു ശക്തി അവരുടെ വീട്ടിൽ വ്യാപരിക്കട്ടെ, കുടുംബത്തിൽ വ്യാപരിക്കട്ടെ, കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കട്ടെ, ശരീരാത്മതയിൽ വ്യാപരിക്കട്ടെ. അതുപോലെ അത്ഭുതമാകണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം തുണയ്ക്കട്ടെ.